പോസസീവ് അഡ്ജക്റ്റീവ്സ് ആണ്. നമ്മൾക്ക് സബ്ജക്റ്റ് അറിയാം, ഐ, യു, വി, ദേ, ഹി, ഷീ, ഇറ്റ്, മാക്സ്. ഇതിന്റെ പോസസീവ് അഡ്ജക്റ്റീവ്സ് ആണ് പഠിക്കാൻ പോകുന്നത്. ഐന്റെ പോസസീവ് അഡ്ജക്റ്റീവ് എന്താണ്? മൈ ആണ്. ഈ പോസസീവ് അഡ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഓണർഷിപ്പ്, എന്റേത്, അവന്റേത്, അവളുടേത്, ഓരോരുത്തരുടെയും സ്വന്തമാണ് എന്ന് കാണിക്കുന്നതിനാണ് നമ്മൾ ഈ പോസസീവ് അഡ്ജക്റ്റീവ്സ് യൂസ് ചെയ്യുന്നത്. ഐ എന്ന് പറഞ്ഞ സബ്ജക്റ്റിന്റെ പോസസീവ് അഡ്ജക്റ്റീവ് ആണ് മൈ. യുവിന്റെ യുവർ, വിന്റെ അവർ, ദേന്റെ ദെയർ, ഹീന്റെ ഹിസ്, ഷീന്റെ ഹെർ, ഇറ്റിന്റെ ഇറ്റ്സ്, മാക്സിന്റെ മാക്സ്. അപ്പൊ ഇതാണ് ഓരോ പോസസീവ് അഡ്ജക്റ്റീവ്സ്. ഒരു സെന്റൻസ് തന്നിട്ട് അതിൽ നിന്ന് പോസസീവ് അഡ്ജക്റ്റീവ്സ് എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ നോർമലി നമ്മൾ ആ സെന്റൻസിലെ സബ്ജക്റ്റ് നോക്കും. ഐ ഉണ്ടെങ്കിൽ അതിന്റെ പോസസീവ് അഡ്ജക്റ്റീവ് മൈ ആയിട്ട് എഴുതാം. ഇത് എപ്പോഴും ഇതിന്റെ ആൻസേഴ്സ് കറക്റ്റ് ആയിട്ട് വരണമെന്നില്ല. ഓക്കെ, അതായത് എപ്പോഴും നമ്മൾ ആ സെന്റൻസിലെ സബ്ജക്റ്റ് നോക്കിയിട്ട് പോസസീവ് അഡ്ജക്റ്റീവ് എഴുതാൻ പോയാൽ അത് കറക്റ്റ് ആകണമെന്നില്ല. ചില കേസസിൽ സബ്ജക്റ്റ് നോക്കിയാൽ നമ്മൾക്ക് അത് കറക്റ്റ് ആവില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ആ ക്വസ്റ്റിനോട്, ആ സെന്റൻസിനോട് ഹൂസ് എന്ന് ചോദിക്കണം, ആരുടെ. അപ്പൊ നമ്മൾക്കൊരു ആൻസർ കിട്ടും. അതാണ് നമ്മളുടെ പോസസീവ് അഡ്ജക്റ്റീവ്. അപ്പൊ അതിന് എക്സാമ്പിൾ ആണ് അരുൺ. ഇപ്പൊ ഒരു എക്സാമ്പിൾ, അരുൺ ഇസ് മൈ ഫ്രണ്ട്. ഡാഷ്, ഒരു ഡാഷ് ആണ്, അവിടെയാണ് നമ്മൾ ഈ പോസസീവ് അഡ്ജക്റ്റീവ് എഴുതേണ്ടത്. ഡാഷ് കാർ ഇസ് റെഡ്. അരുൺ ഇസ് മൈ ഫ്രണ്ട്. ആ ഡാഷിന്റെ അവിടെയാണ് ഈ പോസസീവ് അഡ്ജക്റ്റീവ് ആൻസർ ആയിട്ട് എഴുതുന്നത്. ഇസ് റെഡ്. അപ്പൊ ഈ ഡാഷിന്റെ അവിടെ ഇത് എന്ത് വരും? അരുൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു മെയിലാണ്, ആണാണ്. അപ്പൊ നമ്മൾക്ക് എന്ത് വരണം? ഹിസ് വരണം അല്ലെ? അപ്പൊ നോർമലി നമുക്ക് ആ സബ്ജക്ട് കണ്ടുപിടിച്ച് നമുക്ക് പോസസീവ് അഡ്ജക്റ്റീവ് എഴുതാം. അരുൺ മെയിൽ ആയതുകൊണ്ട് നമുക്ക് ഹിസ് ഇടാം. ഇനി നെക്സ്റ്റ് എക്സാമ്പിൾ ആണ്. നെക്സ്റ്റ്, ദ ഡോഗ് ഈസ് ബാർക്കിംഗ്. ഡാഷ് ടെയിൽ ഈസ് ലോങ്. ഓക്കെ, ദ ഡോഗ് ഈസ് ബാർക്കിംഗ്. ഡാഷ് ടെയിൽ ഈസ് ലോങ്. ഈ ഡാഷിന്റെ ഇവിടെ നമ്മൾ പോസസീവ് അഡ്ജക്റ്റീവ് എഴുതണം. ദ ഡോഗ് എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ജെൻഡർ അറിയില്ല. ജെൻഡർ അറിയില്ലെങ്കിൽ നമ്മൾക്ക് ഇറ്റ് യൂസ് ചെയ്യാം. അത് മാത്രമല്ല, ഈ ആനിമൽസിനും തിങ്സിനൊക്കെ നമ്മൾ ഇറ്റ് ആണ് സാധാരണ യൂസ് ചെയ്യാറ്. ദ ഡോഗ് ഈസ് ബാർക്കിംഗ്. ഡാഷ് ടെയിൽ ഈസ് ലോങ്. അപ്പൊ ഡോഗിന്റെ ടെയിൽ അല്ലെ? അപ്പൊ ഡോഗ് നമുക്ക് എന്താണ്? ജെൻഡർ അറിയില്ല. അത് മാത്രമല്ല, അതൊരു ആനിമൽ ആണ്. അപ്പൊ നോർമലി നമ്മൾ എന്താണ്? ഇറ്റ്സ്. അവിടെ ഇറ്റ്സ് ആണ് ആൻസർ വരുന്നത്. ഷീ മെറ്റ് ദ ചിൽഡ്രൻ. ഡാഷ് ടോയ്സ് ആർ ഓൺ ദ ഫ്ലോർ. ഷീ മെറ്റ് ദ ചിൽഡ്രൻ. ഡാഷ് ടോയ്സ് ആർ ഓൺ ദ ഫ്ലോർ. അപ്പൊ ഈ ഡാഷിന്റെ ഇവിടെയാണ് നമ്മൾ ആൻസർ ചെയ്തത്. ഷീ മെറ്റ് ദ ചിൽഡ്രൻ. അപ്പൊ ഷീ ആണ് ഇവിടെ സബ്ജക്ട് അല്ലെ? അപ്പൊ നമ്മളുടെ റൂള് നമ്മൾ പഠിച്ച അനുസരിച്ച്